ദിവസമേ ഉള്ളൂ, നാളെയാണ് ഫംഗ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു ശോഭ ഉണ്ടാവും. ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാന്ന് കഴിഞ്ഞാൽ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു 1 ഷെയ്ഡ് കൂടുന്നത് ഒരു 3 ഷെയ്ഡ് കൂടി കിട്ടും. ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും, അതുപോലെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇത് ഒരാൾ വേണ്ട എന്ന് പറയില്ല. കാരണം ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോഴും സ്കിൻ കെയറിനോട് താല്പര്യമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും ഒക്കെ നമുക്ക് ആ സമയത്ത് നമ്മളിത് ആഗ്രഹിക്കും. പക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് നേരം ഉണ്ടാവില്ല. എന്നാൽ ആ സമയത്ത് നമുക്കിത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഒരുപാട് പേര് എപ്പോഴും ആ ഒരു സാഹചര്യത്തിനെ കുറിച്ചും അല്ലെങ്കിൽ അവരപ്പോഴാണ് ഓർക്കുക ആ സമയം. പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്പം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമുക്കത് ചെയ്യാനായിട്ട് നേരം ഉണ്ടാവില്ല, സമയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ആ സമയത്ത് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട്സിൽ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പം ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും നമ്മൾ എന്നും നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാത്ത ആൾക്കാരാവാം, നമുക്ക് ഫേസ് പാക്ക് ഇടാൻ താല്പര്യമില്ലാത്ത ആളുകളാവാം. എല്ലാവർക്കും നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലേദിവസമെങ്കിലും നമുക്ക് വിചാരിക്കും നമ്മളൊന്ന് പിറ്റേ ദിവസം ഫംഗ്ഷന് പോകുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഇരിക്കണം, പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണം, ഒന്ന് തിളങ്ങണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും ഇല്ലേ. പക്ഷെ ആ സമയത്ത് നമുക്ക് നേരം ഉണ്ടാവില്ല അല്ലേ. ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണെങ്കിൽ ബ്ലീച്ച് ചെയ്യാനാണെങ്കിലും ഫേഷ്യൽ ചെയ്യാനാണെങ്കിലും ഒക്കെ നമുക്ക് നേരം ഉണ്ടാവില്ല ആ സമയത്ത്. ഓക്കെ, അപ്പം ആ സമയത്ത് നമുക്ക് വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നൊരു ഗ്ലോ വരും വേണം. അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയമാണ്. എത്ര സൗന്ദര്യബോധം ഇല്ലാത്തവരാണെങ്കിൽ അപ്പോൾ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്തേക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അത് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒക്കെ എനിക്കിപ്പോഴെപ്പോഴും എൻക്വയറി നമ്മുടെ പ്രോഡക്റ്റിനാണ്. ഞാൻ ഹോം റെമഡി പറഞ്ഞാലും അവർ അതിനെക്കുറിച്ചല്ല ചോദിക്കുക, ആ പ്രോഡക്റ്റ് ഉണ്ടോയെന്നാണ് ചോദിക്കുക. അതാണ് നമ്മൾ പ്രോഡക്റ്റായിട്ട് എപ്പോഴും വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. അപ്പം പിന്നെ നമ്മുടെ മാരേജിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ, നമ്മുടെ മാരേജിന് ഇപ്പോൾ ഫിക്സ് ചെയ്തു കുറച്ച് നാളുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഫേസ് മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി ഒന്ന് നന്നായിട്ട് എന്താ പറയുക കെയർ ചെയ്ത് കൊണ്ടുപോകണം, നമ്മുടെ ടാനും കാര്യങ്ങളും ഒക്കെ മാറ്റണം എന്നുള്ളവർക്കും. അപ്പോൾ ഫേസിലേക്ക് മാത്രമല്ല ഫേസിലും നമ്മൾ ഫുൾ ബോഡിയും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ 2 സമയങ്ങൾ നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ നന്നാക്കി നമ്മുടെ സ്കിൻ എടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നിറം വർദ്ധിക്കും, മാത്രമല്ല പാടുകളും കുരുക്കളും ഒക്കെ മാറുകയും ടാന് മറ്റേ കരിവാളിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുകയും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഷെയ്ഡ് കൂടുകയും ചെയ്യും. അതുപോലെ പെട്ടെന്ന് നമ്മൾ ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേണം അല്ലേ. അപ്പോൾ ആ സമയത്തും ഇത് പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ടൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോയിലേക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നേരെയുള്ള അപ്പോൾ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യണം. അപ്പോൾ ഡെയിലി ഫേസ് പാക്കാണിത്, ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. ഇനിയിപ്പോൾ നേരില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു 2 ഡേയ്സ് മുൻപെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മാരേജിനൊക്കെ ഒരുങ്ങുന്ന കുട്ടികളാണെങ്കിൽ 1 വീക്കെങ്കിലും നിങ്ങൾ ഇതിന് കൊടുത്തോളൂ ടൈം. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല, നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം അത്രയും നല്ല കാര്യങ്ങൾ നമ്മൾ ചേർത്തിരിക്കുന്നത്. അപ്പം ഞാൻ വേഗം കടക്കാം പ്രോഡക്റ്റ്. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത് ഇതൊരു 50 ഗ്രാമിൻ്റെ അളവിലാണ് കേട്ടോ. വെളിച്ചം കുറച്ച് പ്രോബ്ലം ഉണ്ടാവുക, ഒന്ന് ക്ഷമിക്കണം കേട്ടോ, കുറച്ച് വെളിച്ചത്തിൻ്റെ ഇതുണ്ട്. അപ്പം ഈ ഒരു 50 ഗ്രാമിലാണ് നമ്മൾ ഫേസ് പാക്ക് പൗഡർ കേട്ടോ. ഫേസ് പാക്ക് പൗഡറിൻ്റെ രൂപത്തിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് നിങ്ങൾക്ക് അതിലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ അത് സ്ക്രീനിൽ ഞാൻ കാണിക്കാം, എന്തൊക്കെയാണ് ഇത് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസമേ ഉള്ളൂ, നാളെയാണ് ഫംഗ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് 15 മിനിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്തിന് നല്ലൊരു ശോഭ ഉണ്ടാവും. ഒരു 2 ഡേയ്സ് 3 ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ച് ചെയ്യാന്ന് കഴിഞ്ഞാൽ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു 1 ഷെയ്ഡ് കൂടുന്നത് ഒരു 3 ഷെയ്ഡ് കൂടി കിട്ടും. അങ്ങനെ നല്ലതാണ് കേട്ടോ. നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. കാരണം ഈ ജോലിക്ക് പോകുന്നവരും കണ്ട ഇതാണ് കേട്ടോ മിക്സാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 50 ഗ്രാം മുതൽ അവൈലബിൾ ആണ്. അപ്പോൾ മാരേജിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ഫുൾ ബോഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 100 ഗ്രാമെങ്കിലും വാങ്ങിച്ചത് കഴിയുമ്പോൾ പിന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഫുൾ ബോഡി നിങ്ങൾ തേച്ചിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഫേസിലേക്ക് മാത്രമാണെങ്കിൽ നിങ്ങൾ ഇത് പിന്നെ അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അലർജിക്ക് അതായത് നമ്മളിപ്പോൾ ഇതിൽ വേറെ കാര്യങ്ങൾ, അതായത് നമ്മുടെ മഞ്ചിഷ്ട
റെഡ് സാൻഡൽവുഡ് ഒക്കെ ചേർക്കുകയാണെങ്കിൽ അലർജിക്ക് സാധ്യതയുണ്ട്. നമ്മൾ ഇതിലൊന്നും ചേർക്കുന്നില്ല, കാരണം കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കാരണം എല്ലാവർക്കും ഇത് ആവശ്യമുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത് ചെയ്ത് വെക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്തോളൂ. അപ്പം ഞാൻ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ഇത് നിങ്ങളുടെ വീട്ടിൽ കാണും, അപ്പം നോട്ട് ചെയ്യാൻ ഞാൻ ഇവിടെ കാണിക്കാം സ്ക്രീനിൽ കേട്ടോ. അപ്പം ഞാൻ വെച്ചാൽ ഇതിൻ്റെ മിക്സിങ്ങിൻ്റെ വീഡിയോ നമുക്ക് പിന്നീടാം. നമ്മുടെ വീഡിയോ ലെങ്ത് ആകുമ്പോഴേ ഇത് ആവശ്യമുള്ളവർ പോലും കാണാതെ പോവുകയാണ്. അതാണ് അന്ന് ഞാൻ കുറേ പേർക്ക് പേഴ്സണലായിട്ട് ഈ കുട്ടികൾ കല്യാണം ഫിക്സ് ചെയ്തവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സ്കിൻ കെയർ ഓയിൽ, അതേപോലെ സ്കിന്നിന് പെട്ടെന്ന് തിളക്കം കിട്ടാനുള്ള ഫേസ് പാക്ക് ഏതാണ്, നിറം വർദ്ധിക്കാനുള്ള ഫേസ് പാക്ക് ഏതാണെന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യണതാണ് മുന്നേ അത് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്നെ കാണുന്നവർ അതിൽ അവരുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഞാൻ അവർക്ക് അതിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർ ചെയ്യണവരുണ്ട്. അപ്പോൾ ചെയ്യാൻ നേരമില്ലാത്തവർക്കും വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രോഡക്റ്റും ഉണ്ട്, വീട്ടിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വീട്ടിൽ ചെയ്യാൻ. ഞാൻ വീട്ടിൽ നോട്ട് ചെയ്യാം കേട്ടോ. ഒന്നാമത് നമ്മുടെ കടലമാവ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാനത് വിവരിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് അതിന് ബെനിഫിറ്റ്സ് സെർച്ച് ചെയ്ത് നോക്കിയാലും അറിയാം. അപ്പം കടലമാവുണ്ട്, അതേപോലെ മുൾട്ടാണി മിട്ടി, കസ്തൂരി മഞ്ഞൾ. ഇനിയിപ്പോൾ കടലമാവിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കാം. കടലമാവും ചെറുപയർ പൊടിയും ഒരുമിച്ചിട്ടാലും ഒരു പ്രശ്നവും വരാനില്ല. പിന്നെ ഓട്സ്, പിന്നെ നവര അരി നമ്മൾ കാണിച്ചിട്ടുണ്ട്. കോലർക്ക് നവരയുടെ കൂട്ടത്തിൽ ഒരു ചുവപ്പ് കളർ അരി. അപ്പം നവര അരി, കാരണം അത് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് വളരെ നല്ല ഇതാണ് നവര. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കരുത് നവര. പിന്നെ സാൻഡൽവുഡ് പൗഡർ, അതും ഒഴിവാക്കരുത്. അത് ഏറ്റവും വേണ്ട കാര്യമാണ് സാൻഡൽവുഡ് പൗഡർ. നമ്മുടെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അതിൽ കുറച്ചൊക്കെ ആഡ് ചെയ്യാം, കുറച്ചൊക്കെ കുറയ്ക്കാം, എന്നാലും പ്രശ്നമില്ല. പക്ഷെ എല്ലാം കൂടി നിങ്ങൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. പിന്നെ സാൻഡൽവുഡ് പൗഡർ, റോസ് പെറ്റൽ പൗഡർ, പിന്നെ മുഖക്കുരൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് അത് പറയുകയാണെങ്കിൽ നമ്മളതിൽ നീം പൗഡർ, തുളസി പൗഡർ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം മുഖക്കുരൊന്നും ഇല്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് അത് വേണ്ട, നമ്മളത് അവോയ്ഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതില്ലാത്ത കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം ഈ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പുല്ലുപൊടി, അതായത് റാഗി പൗഡർ, അത് ചേർക്കാം. അത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം അത് ചേർക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇതിൽ ചേർക്കണേൽ നമ്മുടെ ആൽമണ്ടും കൂടി ഉണ്ട്, അതായത് നമ്മുടെ ബദാം പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. വീട്ടിൽ ചെയ്യുന്നവർക്ക് അതൊരു എക്സ്പെൻസീവ് ആയതുകൊണ്ട് അത് ഒഴിവാക്കാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെയുള്ളവർക്ക് ഇതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാം, മസൂർ ദാൾ, അതായത് ചുവന്ന ഒരു ഓറഞ്ച് തരത്തിലുള്ള പരിപ്പ്. അപ്പം അതും കൂടി നിങ്ങൾ ആഡ് ചെയ്യുക. അത് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൂടി ഉള്ളതാണ് നമ്മുടെ ഈ ഫേസ് പാക്ക് പൗഡർ. അതായത് ഫേസ് മാത്രമല്ല, ഫേസ് ആൻഡ് ഫുൾ ബോഡി പാക്ക് പൗഡറാണത്. ഇത് നിങ്ങൾ മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം നെക്കും വേണം കേട്ടോ. രണ്ട് കളറാവും. മുഖത്തിന് ഷെയ്ഡ് കൂടുമ്പോൾ നെക്ക് നമ്മുടെ പണ്ടത്തെ കളറിലിരിക്കുമ്പോൾ അതൊരു മോശമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും നെക്കിലും ഫേസിലും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇത് ഒരു 15 മിനിറ്റ് നിങ്ങൾ വെക്കുക. അതിന് ശേഷം കഴുകി കളയാം. ഇത് കഴുകി കളയുമ്പോൾ നിങ്ങൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ബോഡിയിലാണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പാക്ക് ഇട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴുകി കളയാവുന്നതാണ്. ഓക്കെ, 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ അത് ബോഡിയിൽ വെക്കണേ. അങ്ങനെ 15 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇത്രയും കാര്യങ്ങൾ. ഇനി ആർക്കെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം ഞാൻ പറയുന്നതായിരിക്കും. പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബുക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളെ എൻക്വയറിയും ഡൗട്ട്സൊക്കെ ചോദിക്കാം, അതിനൊന്നും പ്രശ്നമില്ല. എനിക്ക് ടൈം കിട്ടും, ഞാൻ റീപ്ലൈ തരുന്നതായിരിക്കും. മിക്ക ഞാൻ കൊടുക്കാറുണ്ട്, വിളിക്കുന്നവരോട് സംസാരിക്കാറുണ്ട്. എന്നാലും വിളി മാക്സിമം ഒഴിവാക്കുക, കാരണം നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ ഫ്രീ ആവില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഒരാൾ സംസാരിച്ചാൽ ഒരുപാട് ഡൗട്ടാണ് അവർക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, നേരം പോവും. പ്രോഡക്റ്റുകൾ കാര്യങ്ങൾ ഡിസ്പാച്ച് ഡേറ്റ് ഒക്കെയാണ്, നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നേരം ഉണ്ടാവില്ല. എങ്കിലും നിങ്ങൾ മെസ്സേജ് ആയിട്ട് റിപ്ലൈ ഞാൻ തരാം, മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ കിഡിലൻ ഒരു പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്തിയത്. നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഹോം റെമഡി ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ എൻ്റെ വ്യൂവേഴ്സിൽ ഇതുവരെയുള്ളവർ, ഇനി നമ്മൾ പുതിയ ആളുകൾ കൂടുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതുവരെയുള്ളവരൊക്കെ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ആയിട്ട് രണ്ടും ചെയ്യണത് കേട്ടോ. അപ്പോൾ ഹോം റെമഡി ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് വീട്ടിലത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഒരു കണ്ടെയ്നർ ജാറിലായിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ തലേദിവസം ഒന്ന് നമ്മുടെ എന്താ പറയുക, ആ സമയത്താണ് നമുക്കൊന്ന് ഒന്ന് കളറാവണമല്ലോ, എന്ത് ചെയ്യും, നാളെയാണ് ഫംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ
പെട്ടെന്ന് കളറാവാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങളത് മുന്നേ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ ഇന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ച് വയ്ക്കാൻ നമുക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എന്താ പറയുക, അതിനൊരു ലഡ് പൊട്ടുമ്പോൾ ആ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് അതെടുത്തിട്ട് പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതാണ്. മനസ്സിലായില്ല കാര്യം? അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം മുൻപ് അതൊക്കെ മിക്സ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അതിലില്ലാതാവും. അതാണ് പ്രശ്നം. അപ്പോൾ പ്രോഡക്റ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഫംഗ്ഷന് പോകുമ്പോഴും എവിടേക്കൊക്കെ നിങ്ങളിപ്പോൾ ഡെയിലി ഫേസ് പാക്കാണിത്, ഓഫീസിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് പോകുമ്പോഴും ഒക്കെ തിളങ്ങി പോകണമെന്ന് ആഗ്രഹമുള്ളവർ, മടിയില്ലാത്തവർക്ക് ഡെയിലി ചെയ്യാൻ പറ്റും. മടിയുള്ളവർ ഈ പറഞ്ഞ പോലത്തെ ആവശ്യങ്ങൾക്കെങ്കിലും ഉപകരിക്കും. അതാണ് ഞാൻ പറയുന്നത്. അതുപോലെ മാരേജിലെ കുട്ടികളൊക്കെ നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ തേക്കണം. നിങ്ങളുടെ ബോഡിയും ഫേസും ഒക്കെ കളറാവണം, പെർഫെക്റ്റ് ആവണം, ടാൻ മാറണം ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സമയമാണത് അല്ലേ. അപ്പോൾ നിങ്ങളത് നന്നായി ചെയ്യണം. തിളങ്ങി നിൽക്കണ്ടേ, അപ്പോൾ അത് ചെയ്യണം. ആവശ്യമില്ലാത്തവർക്ക് വേണ്ട. ഇത് ആവശ്യമില്ലാത്തവരുണ്ടാവില്ല. കാരണം എന്നോട് പേഴ്സണലായിട്ട് തന്നെ ചോദിക്കണം ഒരാൾ. ഇത് കുറേ പേര് ചോദിക്കും എന്താണ് കളറാവാൻ മാർഗം എന്നൊക്കെ ചോദിക്കും. അപ്പം അതാണ് കാര്യം. പിന്നെന്താ, ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചാണ് കേട്ടോ. അതായത് ഓയിലി സ്കിന്നാണ് എങ്കിൽ നിങ്ങൾ റോസ് വാട്ടറിൽ ചെയ്യാം. നോർമൽ സ്കിന്നാണെങ്കിൽ തൈരിലും പാലിലും അലർജി ഇല്ലാത്ത ഏതിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. റോസ് വാട്ടർ ഈ പറയണതൊക്കെ എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷേ ഓയിലി സ്കിന്നാകുമ്പോൾ പാല് വേണ്ട, നീ തൈര് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ തൈരിന് അലർജി ഉള്ളവർ പാൽ ഉപയോഗിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് കുറച്ചുകൂടി ആൽമണ്ട് ഓയിലോ വെളിച്ചെണ്ണയോ ഒരു സ്പൂൺ ചേർത്ത് ബാക്കി റോസ് വാട്ടറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ആ ഒരു എണ്ണമയം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസിൽ വേണമെങ്കിലും ഇത് ആഡ് ചെയ്യാം. അതായത് ടൊമാറ്റോ ജ്യൂസോ നമ്മുടെ ഓറഞ്ച് ജ്യൂസോ അതൊക്കെ വളരെ നല്ലതാണ് അതൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കി. അപ്പോൾ ഇനി പറഞ്ഞ് കിട്ടുന്നില്ല. ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയുക, ചോദിക്കുക, പറയാം. സമയമുള്ളപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. ഓർഡർ ചെയ്തവരെയൊക്കെ ഐറ്റം ഞാൻ എന്തായാലും നെക്സ്റ്റ് വീക്ക് എത്തും. കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് പേയ്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും സാധനങ്ങൾ എത്തുന്നതായിരിക്കും കേട്ടോ. പോസ്റ്റിലുള്ളവർക്ക് കുറച്ച് വൈകുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കൊറിയർ നമ്മുടെ ഇവിടെ വന്നെടുക്കും. പോസ്റ്റിലാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടെത്തിക്കണം. പോസ്റ്റിൽ കുറച്ച് പേർക്കാണ് ആവശ്യമുള്ളൂ, അതുകൊണ്ട്. പക്ഷെ അത് ഞാൻ ഇല്ല എന്ന് പറയില്ല, എത്തിച്ചു കൊടുക്കും. പക്ഷെ ഡിലേ വരും കേട്ടോ. അപ്പോൾ കിടിലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.